ചെയ്യരുത്. അവനെ വിട്ടേക്ക്. അവനെ വിടാൻ. ഈ കേസിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത് ഒരു കൊലപാതകയാക്കാനല്ല. വിടാൻ സാറേ. എന്റെ അഞ്ജലി എനിക്ക് തരാൻ പറയൂ. സിദ്ധാർത്ഥ്, കോടതിയിൽ വെച്ച് തന്നെ എനിക്കറിയാമായിരുന്നു ഇവനെ നിന്റെ കയ്യിൽ കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഫോളോ ചെയ്തത്. ഇവനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താലേ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചോ നീ? നായക്, ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ഏയ്, ടേക്ക് ഹിം. സർ, ഇത് കോടതിയാണ്. ആദ്യം നേരെ നിൽക്ക്. അഞ്ജലി എന്ന പെൺകുട്ടിയെ നിങ്ങളാണോ കൊന്നത്? അയാൾ തെളിവുകളൊക്കെ തന്നതിന് ശേഷം നിങ്ങളാണോ കൊന്നതെന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ഞാൻ ബുദ്ധിയോടുകൂടി ചെയ്തു എന്നാ വിചാരിച്ച, കുടുങ്ങില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അയാള് എന്നെക്കാളും വലിയ ബുദ്ധിശാലിയാ. ഹലോ വീരേന്ദ്ര, അവൾ എന്നെ പിടിച്ച് ജയിലിലിട്ടു. അതുകൊണ്ട് അവളുടെ കഥ കഴിച്ച്. അങ്ങനെയുള്ളപ്പോ നിന്നെങ്ങനെ വിടാനാ? വരുന്നുണ്ട്, നിനക്കൊരു ദിവസം വെച്ചിട്ടുണ്ട്. കോടതിയിൽ വെച്ച് വക്കീലിനെ ഭീഷണിപ്പെടുന്നത് തെറ്റാണെന്ന് അറിയില്ലേ? ചോദിച്ചതിന് ഉത്തരം പറ. അതെ സാറേ, ഞാൻ തന്നെ അഞ്ജലിയെ കൊന്നത്. എന്തിനായിരുന്നു ചെയ്തത്? 3 വർഷം അവളെ പ്രേമിച്ചു. അവൾ എനിക്കുള്ളവളാന്ന് വിചാരിച്ച് പട്ടിയെ പോലെ അവളുടെ പുറകെ നടന്നു. അവളെ സ്നേഹിക്കുന്നു പറഞ്ഞതാ സാറേ. പക്ഷെ അവള് പോലീസിനോട് പോയി പറഞ്ഞു. അവളെ അപ്പൊ തന്നെ തീർക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ കൈ കിട്ടിയില്ല. ഒരു ദിവസം അവളുള്ള ഏരിയയിലേക്ക് ജോലിക്ക് പോയി. അവിടെ വെച്ച് അവളെ കണ്ടു. അവളുടെ ഭർത്താവ് പുറത്തു പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് അവൻ പുറത്തു പോയതും ജനല് തുറന്ന് പതുക്കെ അകത്തേക്ക് പോയപ്പോ അവള് നന്നായി ഉറങ്ങായിരുന്നു. അപ്പോ ഉണ്ടല്ലോ, അവളെ കണ്ടതും അവൾ ചെയ്തതാ എനിക്ക് ഓർമ്മ വന്നത്. ദേഷ്യം തീരുന്നത് വരെ കത്തി കൊണ്ട് കുത്തി. നിങ്ങൾ ഉപയോഗിച്ച വെപ്പൺ എവിടെയാണുള്ളത്? അത് തീയിലിട്ട് ചുട്ടുകരിച്ചു. അവളെ കൊന്നത് ഭർത്താവാണെന്ന് വിചാരിച്ച് പോലീസുകാര് അവനെ പോയി പിടിച്ചു. ഭ്രാന്തന്മാര്. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയില്ലേ? ഇതിലെന്ത് തെറ്റാ ഉള്ളേ? ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടാൽ പിന്നാലെ പോകും, ഐ ലവ് യു പറയും. പറ്റില്ല എന്ന് പറഞ്ഞാൽ മിരട്ടും. പോലീസ് കേസെന്ന് പറഞ്ഞു പോയാ ആളെ പൊക്കിക്കളയും. മുന്നേ എന്ന ഈ കുറ്റവാളിക്ക് മനുഷ്യത്വം അല്പം പോലുമില്ല. ചെയ്ത കുറ്റമോർത്ത് പശ്ചാത്താപവുമില്ല. ഇതുപോലെയുള്ള കുറ്റവാളികൾ സമൂഹത്തിന് തന്നെ ആപത്താണ്. മാത്രമല്ല, അല്പം പോലും മനസാക്ഷിയില്ലാത്ത മൃഗീയ സ്വഭാവമുള്ള ഈ കുറ്റവാളിക്ക് 302 വകുപ്പ് പ്രകാരം വധശിക്ഷ വിധിക്കുന്നു.